Hi friends, welcome. ചെറുനാരങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ട് വലിയ ചെറുനാരങ്ങ വേണം. അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, ഇടത്തരാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇത് കഴുകിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കുരുവൊക്കെ മാറ്റി കളയണം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പുളിയാണ് വേണ്ടത്. വാളംപുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ പുളിയെല്ലാം റെഡിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒന്നെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ സാധാരണ മൺചട്ടി ഉപയോഗിച്ചാലും മതിയാവും. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കും. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് വേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നീട് നോക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. തീ ഒന്നും കത്തിക്കാതാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വേണം നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ നാരങ്ങ ഈ പുളിവെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് കുറുകണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വന്നിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ എരിവ് കുറച്ച് കുറവാണ്. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണ്ടി വരും. പിന്നെ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഇതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു വലിയ പീസ് ശർക്കര ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കരയുടെ അളവെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. ചിലർക്ക് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നല്ല എരിവും പുളിയൊക്കെ ചേർന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ചേർത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ ആയാൽ മതി. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കണ്ട, ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് കട്ടിയായിപ്പോവും. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുകും കൂടി താളിച്ച് ചേർക്കാം. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അതായിരിക്കും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവയൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നവരുണ്ട്. തേങ്ങ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി നാരങ്ങ കറിയാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം. പുറത്താണെങ്കിൽ നമുക്കൊരു 2 ദിവസം വെക്കാം. ഫ്രിഡ്ജിലാകുമ്പോൾ ഒരാഴ്ച വരെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തൊടുകറിയായിട്ടും കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്